നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രതിഷേധവും പിന്തുണയും. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുള്ള റവന്യൂ വകുപ്പ് നടപടിയിൽ വിമർശനവുമായി CPM-ഉം കോൺഗ്രസും. ഒഴിപ്പിക്കലിന്റെ പേരിൽ കളക്ടറും സബ് കളക്ടറും കാണിച്ചത് തെമ്മാടിത്തമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. പാപ്പാത്തിച്ചോലയിൽ കുരിശു നീക്കിയത് ദുരൂഹതയെന്ന് ഇടുക്കി DCC. അതേസമയം ഒഴിപ്പിക്കൽ നടപടികളെ ജില്ലാ നേതൃത്വം പരോക്ഷമായി എതിർക്കുമ്പോഴും പൂർണ്ണ പിന്തുണ അറിയിച്ച് സംസ്ഥാന നേതൃത്വം. മൂന്നാറിൽ ഭൂമി കയ്യേറുന്നതിന് നേതൃത്വം നൽകുന്നത് CPM-എന്ന് MM ഹസൻ. കയ്യേറ്റത്തിൽ വൈദ്യുതി മന്ത്രി MM മണിക്ക് പങ്കുണ്ടെന്നും KPCC താൽക്കാലിക അധ്യക്ഷൻ. സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിൽ സ്ഥാപിച്ചിരുന്ന ഭീമൻ കുരിശ് പൊളിച്ചു നീക്കി റവന്യൂ സംഘം ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത് ഇന്ന് രാവിലെ. ആത്മീയ ടൂറിസത്തിന്റെ മറവിൽ പാപ്പാത്തിച്ചോലയിൽ സ്ഥാപിച്ചിരുന്ന കുരിശിനൊപ്പം സമീപത്തെ ഷെഡ് പൊളിച്ചു നീക്കിയും റവന്യൂ സംഘത്തിന്റെ ശുദ്ധികലശം. പദവിയിൽ പിടിതരാതെ. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ നിലപാട് ആവർത്തിച്ചു ഉമ്മൻചാണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഒരു പദവിയും ഏറ്റെടുക്കാനില്ല. താൻ അധ്യക്ഷനാകണമെന്ന അഭിപ്രായം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി. പുതിയ KPCC അധ്യക്ഷനെ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കും. പദവി ഏറ്റെടുക്കാനില്ലെന്ന തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വിശദീകരണം. അതേസമയം സംഘടനാ തിരഞ്ഞെടുപ്പ് അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി VM സുധീരനും ഡൽഹിയിൽ. മാതൃക കാണിച്ച് സംസ്ഥാനങ്ങൾ. ഔദ്യോഗിക വാഹനത്തിലെ ബീക്കൺ ലൈറ്റ് മാറ്റാനുള്ള കേന്ദ്ര തീരുമാനത്തിന് പിന്തുണയുമായി കേരളം ഉൾപ്പെടെയുള്ള കൂടുതൽ സംസ്ഥാനങ്ങൾ. ധനമന്ത്രി തോമസ് ഐസക്കിനും മാത്യു ടി തോമസിനും പിന്നാലെ കാറിലെ ചുവന്ന ബീക്കൺ ലൈറ്റ് മാറ്റി മാതൃകയ്ക്ക് തുടക്കമിട്ട് മന്ത്രി AK ബാലനും E ചന്ദ്രശേഖരനും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവരുടെ VIP വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിക്കുന്നത് നിരോധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നലെ. നിരോധനം പ്രാബല്യത്തിൽ വരിക അടുത്ത മാസം 1-ന്. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറും ദേവേന്ദ്ര ഫട്നാവിസും ഇന്നലെ തന്നെ വാഹനങ്ങളിലെ ബീക്കൺ ലൈറ്റുകൾ മാറ്റിയിരുന്നു. കുറ്റപത്രം വൈകില്ല. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കുറ്റപത്രം 90 ദിവസത്തിനകം. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കേഡൽ ജിൻസൺ കൊലപ്പെടുത്തിയതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതി കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മതിയെന്ന് DCP അരുൾ കൃഷ്ണ. ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണോ കൊല നടത്തിയതെന്നറിയാൻ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെന്നും വിശദീകരണം. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ മാനസിക വൈകല്യം പ്രകടിപ്പിച്ച കേഡലിന് അത്തരം പ്രശ്നങ്ങളില്ലെന്ന് ബോധ്യപ്പെട്ടത് മനോരോഗ വിദഗ്ധരുടെ പരിശോധനയിൽ. ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2790 രൂപ, പവൻ 22,320 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 5:30-ന്. നമസ്കാരം.